إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ 20 ദിവസങ്ങളിൽ നാം കഴിച്ചുകൂട്ടി അതിൻ്റെ പല കർമ്മങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇത്തികാഫിൽ കഴിയുന്നവരുണ്ട്, ധാരാളം ഖുർആൻ പാരായണം ചെയ്തവരുണ്ട്. അങ്ങനെ ധാരാളം മേഖലകളിൽ അവർക്ക് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് നാം ഓരോരുത്തരും. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പരിപാവനമായ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അതിൻ്റെ യഥാർത്ഥ ഒരു പ്രതിഫലം പരിപൂർണമായി ലഭിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ നന്നാക്കുകയാണ് വേണ്ടത്. അല്ല അമാലു ബിൽ ഖവാത്തീം. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അവസാനം എന്താണോ അതിനെ കുറിക്കുന്നത് അതിൻ്റെ അവസാനത്തെ കർമ്മം എങ്ങനെയാണ്, അവസാനം എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു ആരോഗ്യവും ഒഴിവു സമയവുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ത്യജിക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗതികപരമായി ധാരാളം സൗകര്യങ്ങളിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളെ തന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, സമാധാനം നൽകിയിട്ടുണ്ട്, നല്ലൊരു വീട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം നാം എണ്ണാൻ തുടങ്ങിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചാൽ മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്. അതിലേറ്റവും നാം സ്തുതിക്കേണ്ടതും അള്ളാഹുവിനെ സദാ സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യേണ്ട, ഹംദു ചൊല്ലേണ്ട ഒരു കാര്യമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ജീവിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും അതിനുള്ള ആരാധനകളിൽ മുഴുകുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ അനുഗ്രഹമായിട്ട് നാം കാണണം. നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗീയ വാസികളെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വനസഅനാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അന്ന് സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കിടയിലുള്ള ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഹിഖദ് അല്ലെങ്കിൽ ഒരു അസൂയ, അനിഷ്ടമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുകയും താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന ആ ഒരു അരുവികളുള്ള ആ ഒരു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അന്ന് അള്ളാഹുവിൻ്റെ അടിമകളായ സത്യവിശ്വാസികൾ, സ്വർഗീയ അവകാശികൾ പറയുമെന്നാണ്. വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹി ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ഒരു ഹിദായത്ത് നൽകിയ, ഈ ഒരു വഴിയിലേക്ക് ഞങ്ങളെ സഞ്ചരിപ്പിച്ച, അതിന് നമുക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് നേർവഴി കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് നേർവഴി പ്രാപിക്കുമായിരുന്നില്ല എന്നവർ വിളിച്ചു പറയും, അന്ന് സ്വർഗാവകാശികൾ പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് ഒരിക്കലും കേവലം ഒരു മതമല്ല. മറ്റു മതങ്ങളെ പോലെ വെറും എണ്ണത്തിൽപ്പെടുത്തേണ്ട ഒന്നല്ല ഇസ്ലാം. ഇസ്ലാമാണ് ഹക്കായിട്ടുള്ള മതം. പല സർവ മത സത്യവാദികളൊക്കെ പറയുന്നത് പോലെ കേവലം സമർപ്പണം മാത്രമല്ല ഇസ്ലാം. ഭാഷാപരമായി ഇസ്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമർപ്പണം എന്നാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും തൻ്റെ രക്ഷിതാവിനുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് പറയുന്നത് എന്ന തലത്തിൽ ചില സർവ മത സത്യവാദികളൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. കാരണം ഇസ്ലാം എന്ന മതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ടു നിന്ന മതം, അത് കേവലം സമർപ്പണം മാത്രമല്ല, അത് ഒരു മതത്തിന്റെ പേരാണ്. നമസ്കാരം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, നോമ്പ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഷഹാദത്ത് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട ആ ഒരു പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്ന ആ ഒരു വിശ്വാസങ്ങളെല്ലാം ഉൾക്കൊന്നതാണ് ഇസ്ലാം മതം. അതെല്ലാം പരിപൂർണമായി നാം അറിയുകയും പഠിക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇസ്ലാമിൽ ഒരാൾ പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അയാൾ കേവലം മുസ്ലിം എന്ന് പറയാം, ഭാഷാപരമായി എന്ന് മാത്രം. അങ്ങനെ സത്യനിഷേധികൾ അല്ലെങ്കിൽ സർവമത സത്യവാദികൾ പറയുന്നത് പോലെ ഇസ്ലാം എന്നുള്ളത് ഒരു ആഗോള എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതമല്ല. അതിന് കൃത്യമായ വിശ്വാസവും കാഴ്ചപ്പാടുകളുമുണ്ട്. അതാണ് സത്യമായിട്ടുള്ള മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ പക്കൽ മതമായിട്ടുള്ളത് ഇസ്ലാം മാത്രമാകുന്നു. ആരെങ്കിലും മറ്റു മതങ്ങളെ കാംക്ഷിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവനിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നുള്ളത് എന്താണ്, ആ മതം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഇസ്ലാം എന്താണ് എന്നറിയുകയും അതിൻ്റെ ആ ഒരു ആശയതലങ്ങളും അടിസ്ഥാനപരമായ അറിവുകളും നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസി ആയി തീരുകയുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് അതിന്റെ നിർവചനം നൽകിയത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അവന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. വൽഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങുക, അവന്റെ അടിമയായി തീരുക. വൽ ബറാഅതു മിനശ്ശിർക്കി വാഹിലിഹി, അതുപോലെ തന്നെ ഷിർക്കിൽ നിന്നും, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും, അതിന്റെ അങ്ങനെ ചെയ്യുന്ന ഷിർക്കിന്റെ അഹുലുകാരിൽ നിന്നും, ആളുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്ന് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് കീഴൊതുങ്ങണം. വെറുതെ കീഴൊതുങ്ങിയാൽ പോരാ, കേവലം ആരാധനകൾ അർപ്പിച്ചാൽ പോരാ. പകരം ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ടാണ് അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടത്. ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ആരാധനകൾ നൽകിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടല്ല ഇസ്ലാം സ്വീകരിക്കപ്പെടുക. പകരം അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം നൽകിക്കൊണ്ട് മറ്റു ത്വാഗൂത്തുകളെ, അള്ളാഹുവിന് അല്ലാത്ത ആരാധ്യന്മാരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. ഇസ്ലാം അയാളുടെ ശരിയാവുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇൻഖിയാദ് ലഹു ബിത്ത്വാഅ, കേവലം അള്ളാഹുവിനോട് മാത്രം ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു തന്ന ആ ഒരു മാർഗം അത് അനുസരിക്കുകയും അവരുടെ കൽപ്പനകൾ ജീവിതത്തിൽ നിറവേറ്റുക കൂടി ചെയ്യുമ്പോഴാണ് ഒരു ഇസ്ലാമിലാകുന്നത്. മാത്രമല്ല മൂന്നാമതായി എണ്ണിയത് അൽ ബറാഅതു മിനശ്ശിർക്കി വാഹ്ലിഹി, ഷിർക്കിൽ നിന്നും അതുപോലെ തന്നെ ഷിർക്കിന്റെ ആളുകളിൽ നിന്നും മാറി നിൽക്കുക, അഥവാ മതപരമായ കാര്യങ്ങളിൽ അവരോട് ഇടകലരാതെ, അവരുടെ ആശയങ്ങൾ നാം സ്വീകരിക്കാതെ, അവരോട് ചങ്ങാത്തം കൂടാതെ നാം മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം നാം ആ ഒരു ഇടപാടുകളിൽ, ഭൗതികപരമായ ഇടപാടുകളിൽ അവരോട് കൂട്ടുകൂടേണ്ട എന്നല്ല. അയൽപക്ക ബന്ധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അതുപോലെ മറ്റു വിഷയങ്ങൾ, ഭൗതികമായ കാര്യങ്ങളിൽ അവരോടുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഇത് എതിരല്ല. എന്നാൽ മതത്തിന്റെ വിഷയമെത്തുമ്പോൾ, ദീനിന്റെ വിഷയമെത്തുമ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്നും മാറാതെ, അവരോട് ആ ഒരു വിഷയത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാതെ, അവരോടൊരു ചായ്വ് കാണിക്കാതെ നിലകൊള്ളുക എന്നുള്ളതാണ് ഇതിനുള്ള അർത്ഥം, ഇതിനുള്ള ആശയം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാം എന്നത് ഒരു മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന അതിന്റെ എല്ലാ അഹ്കാമുകളും, വിധികളും വിലക്കുകളും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം പഠിപ്പിച്ചു തന്ന ഒരു മതം. ഈ ഒരു മതത്തിനെ പറ്റി പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നെത്തുകയുണ്ടായി. സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്കിടയിൽ ഇരിക്കാറുണ്ട്. നബി ആരാണ് എന്ന് അറിയാത്ത വിധത്തിൽ നബിയെ ഒരാൾ കടന്നു വന്നാൽ അയ്യുക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നബിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്കിടയിൽ നിന്ന് അവർക്ക് ക്ലാസ്സുകൾ എടുത്ത് പഠനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, നബി ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളൊരു ഇരിപ്പിടം പണിതു തരട്ടെ. അങ്ങനെ നബി അത് സമ്മതിച്ചു. നബിയുടെ സമ്മതപ്രകാരം ഇരിപ്പിടം പണിതു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഖുതുബക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളുമായി ഇങ്ങനെ അവരുടെ സംശയം തീർത്തുകൊണ്ടും അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചുകൊണ്ടുമൊക്കെ ഇരിക്കുന്ന വേളയിൽ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടിയാൽ ചോദിക്കുകയും അറിയുകയും, എന്നാൽ സ്വഹാബികളിൽ നബിയോട് ചോദിക്കുന്നതിന് ചെറിയ പേടിയുണ്ടെങ്കിലും പരമാവധി അവർ ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ നബിയോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ ഒരു മനുഷ്യനെ പറ്റി സ്വഹാബികൾ വിശദീകരിച്ചത് ഷദീദു ബയാദി സിയാബ്, അദ്ദേഹത്തിന്റെ വസ്ത്രം നല്ല തൂവെള്ളയാണ്. ഷദീദു സവാദി ശഅർ, അദ്ദേഹത്തിന്റെ മുടി നല്ല കറുത്ത മുടിയാണ്. ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്നാ അഹദ്, അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്കാർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രൂപത്തിൽ അദ്ദേഹം യാത്ര കഴിഞ്ഞു വന്ന ഒരു അടയാളവുമില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്ത് കുഴങ്ങി വന്ന ഒരു അടയാളമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഞങ്ങളിൽ ആർക്കും അറിയുകയുമില്ല. എന്നാൽ വളരെ സുന്ദരനായ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്രാക്ഷീണമൊന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സന്നിധിയിലേക്ക് ആ ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അടുത്തേക്ക് വരട്ടെ? നബി പറഞ്ഞു, അടുത്തേക്ക് വരൂ. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം അയാൾ പിന്നെയും ചോദിച്ചു, നബി അടുത്തേക്ക് വരട്ടെ? അടുത്തേക്ക് വരൂ, നബി പ്രതിവചിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി നബിയുടെ മുട്ടുകളിലേക്ക് തന്റെ മുട്ടുകൾ ചേർത്ത് വെച്ച് നബിയുടെ മുട്ടിനോടടുത്ത തുടയിൽ കൈകൾ വെച്ചുകൊണ്ട് അയാൾ ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ചോദിക്കുന്നതായി കൊണ്ടാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ വ്യക്തി നബിയോട് ചോദിക്കുകയാണ്, മൽ ഇസ്ലാം, എന്താണ് നബിയെ ഇസ്ലാം എന്നുള്ളത്? ഇപ്പോൾ നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ അൻ തുഖീമ സ്വലാത്ത വ തുഅതിയ സകാത വ തസൂമ റമളാന വ തുഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ അത് നീ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല എന്നും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കലാണ്. വ തുഖീമ സ്വലാ, നമസ്കാരം ക്രമപ്രകാരം നിലനിർത്തലാണ്, മുറ പോലെ ജീവിതത്തിൽ നിലനിർത്തൽ, 5 വഖത്ത് നമസ്കാരം മുറ പോലെ ജീവിതത്തിൽ നിലനിർത്തലാണ്. അതുപോലെ തന്നെ സകാത്ത് നൽകലാണ്. വതസൂമ റമളാന, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടുമൊക്കെ നിനക്ക് സാധിക്കുമെങ്കിൽ അതിനേക്ക് വഴി കിട്ടിയാൽ, വഴി ഒരുങ്ങിയാൽ ഹജ്ജ് ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇത് പറഞ്ഞു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്, സ്വദഖത്ത്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഹാബികൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്താണ് അവസ്ഥ? വന്ന ആള് തന്നെ ചോദ്യം ചോദിക്കുകയും അദ്ദേഹം തന്നെ ഇതെല്ലാം അറിയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. എന്നിട്ട് വീണ്ടും ഈ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം നബിയെ? മൽ ഈമാൻ, എന്താണ് ഈമാൻ നബിയെ? ഈമാൻ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വബിൽ മലായിക, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. വകുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ ദൂതന്മാരിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. അതുപോലെ തന്നെ ഖദറിൽ അതിന്റെ നന്മയും തിന്മയും എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാൻ എന്നുള്ളത്. വീണ്ടും ആ വ്യക്തി പറഞ്ഞു, സദഖത്ത്, നബിയെ താങ്കൾ പറഞ്ഞത് സത്യമാണ്. അഥവാ നബിയെ സത്യപ്പെടുത്തി. വീണ്ടും അവർ ആശ്ചര്യപ്പെടുകയാണ്. വന്ന ആള് തന്നെ ചോദ്യം ചോദിച്ച് നബി പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ അറിയാൻ സാധിക്കാത്ത ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, നീ പറഞ്ഞ സത്യമാണ്. എങ്ങനെയാണ് ഇത്രത്തോളം അറിവ് ഇദ്ദേഹത്തിന് കിട്ടിയതെന്ന് സ്വഹാബാക്കൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. അത് നബിയുടെ സ്വഹാബാക്കൾ ആ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം
ചോദിക്കുകയാണ് ഫഅഖ്ബിർനി അനിസ്സാഅ, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കുന്നത് ഇഹ്സാനെ പറ്റിയാണ്. എന്താണ് ഇഹ്സാൻ എന്നുള്ളത്? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്താണ് നബിയെ? നബി പറഞ്ഞു, അത് നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു രൂപത്തിൽ നീ അള്ളാഹുവിനോട് ഇബാദത്തുകൾ അർപ്പിക്കലാണ് ഇഹ്സാൻ എന്നുള്ളത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സദഖ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. വീണ്ടും ചോദിച്ചു, അഖ്ബിർനി അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. നബി പറഞ്ഞു, ചോദിച്ച ആളാണ് ചോദിക്കപ്പെട്ടവനേക്കാൾ അതിന് അറിവുള്ളവൻ, അതിലേറ്റവും അറിവുള്ളവൻ. എന്നാൽ അതിന്റെ ചില അമാറാത്തുകളെ പറ്റി അഥവാ ചില അടയാളങ്ങളെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുക എന്നുള്ളതാണ്. വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്ത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, ഒരു ഗതിയുമില്ലാത്ത ദരിദ്രരായിരുന്ന ആട്ടുമേക്കുന്ന നഗ്നപാതരായ ആളുകൾ അവസാന കാലഘട്ടത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതാണ് അതിന്റെ ഒരു അടയാളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പിന്നീട് അധിക സമയം അദ്ദേഹം അവിടെ നിന്നിട്ടില്ല. പിന്നീട് അദ്ദേഹം പോയി. എന്നാൽ അതിന് പോയതിനു ശേഷമായി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളെ അയച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കുകയാണ് സ്വഹാബാക്കളോട്, സ്വഹാബികളെ, നിങ്ങൾക്ക് ആരാണ് ഈ വന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അവർ സ്വഹാബാക്കൾ പറഞ്ഞു, കാലു അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ജിബ്രീലാണ്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്, അദ്ദേഹം ഈ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് വളരെ പ്രധാനമുള്ള ഹദീസാണ്. ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഉമ്മുസ്സുന്ന, ഉമ്മുൽ കിതാബ് എന്ന് ഫാത്തിഹയെ വിശേഷിപ്പിക്കുന്നത് പോലെ ഉമ്മുസ്സുന്ന അഥവാ സുന്നത്തിന്റെ മാതാവ്. അതായത് പല ഹദീസുകളിൽ ഇസ്ലാമിന്റെ സകലവിധ കാര്യങ്ങളും അടിസ്ഥാനപരമായ തത്വങ്ങൾ ഈ ഒരു ഹദീസിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ഉമ്മുസ്സുന്ന, സുന്നത്തിന്റെ മാതാവ്, ഹദീസുകളുടെ എല്ലാം മാതാവായിട്ടുള്ള ഹദീസാണ് ഇത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അത്രയധികം പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഈ ഹദീസിൽ നിന്നും ധാരാളം പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ ഒരു ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പഠിപ്പിച്ചത് ദീനാണ് എന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ദീൻ എന്നുള്ളത് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് ഈ ദീനിന്റെ അടിസ്ഥാനം ഉൾക്കൊള്ളുന്നത്. അതിന്റെ പരിപൂർണമായ എന്തൊക്കെ നാം അറിയണം, എന്തൊക്കെ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം ഈ ഒരു ഹദീസിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചത് ഇസ്ലാമിനെ പറ്റിയാണ്. നബി പറഞ്ഞു കൊടുത്തു, ഇസ്ലാം എന്നാൽ അത് ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കലാണ്, ഷഹാദത്ത് ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കുക. രണ്ട് ഷഹാദത്ത് കലിമകൾ, ഈ കലിമത്തെയും ഈ രണ്ട് കലിമകൾ സാക്ഷ്യം വഹിക്കുന്നവനാണ് മുസ്ലിമായി തീരുക. ഒന്നാമത്തെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുക. 5 സ്തംഭങ്ങൾ എന്ന തൂണുകൾ, റുക്കുനുകൾ. ഈ തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ, അത് തകർന്നു വീണാൽ ഇസ്ലാം പൊളിഞ്ഞു വീഴും എന്നുള്ളതാണ്. അതാണ് തൂണുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഷഹാദത്ത് കലിമ, 2 ഷഹാദത്ത് കലിമ, നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, സക്കാത്ത്, റമദാനിലെ നോമ്പ്, ഹജ്ജ്, ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ ഷഹാദത്ത് അഥവാ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിക്കൽ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭം സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സാക്ഷ്യം വഹിക്കൽ കേവലം നാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രവും കാര്യമില്ല, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും വേണം എന്നുള്ളത് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് 5 നേരത്തെ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന്റെ രാവിൽ, ആ ഒരു മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അല്ലാഹു നേരിട്ട് കൽപ്പിച്ച കൽപ്പനയാണ് നമസ്കരിക്കണം എന്നുള്ളത്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് 7 ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ ആ പ്രാധാന്യം, ആ നമസ്കാരം എന്നുള്ളത്, 5 വഖത്ത് നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിന്റെ റുക്കിനിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ്. സുന്നത്ത് നമസ്കാരങ്ങളല്ല ഇവിടെ ഉദ്ദേശം. 5 വഖത്ത്
നമസ്കാരങ്ങളാണ്. ആ നമസ്കാരങ്ങളെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നവൻ, അത് അവൻ ധിക്കാരപൂർവം അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അതൊന്നും നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഴിവാക്കുന്നതെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇനി അലസമായിട്ടാണ് ഒഴിവാക്കുന്നതിൽ കൂടെ, അങ്ങനെയാണ് അലസമായിക്കൊണ്ടാണ് ഒഴിവാക്കുന്നതെങ്കിൽ അതും ചിലപ്പോൾ കുഫറിന്റെ പരിധിയിൽ വരും എന്നുകൂടി പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതല്ലാതെ പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമസ്കാരം അലസമായി ഉപേക്ഷിക്കുന്നത് അത് കുഫറിന്റെ അടയാളമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ശക്തമായി കൊണ്ട് പറഞ്ഞതാണ്, നമ്മുടെ ഇടയിലും കാഫിരീങ്ങൾ കുഫറിന്റെ ആളുകളുടെ ഇടയിലും ഉള്ള ആ ഒരു വ്യത്യാസം എന്നുള്ളത് സ്വലാത്ത് നമസ്കാരമാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. ഒരു നിശ്ചിത ഓഹരി എത്തിക്കഴിഞ്ഞാൽ, നിശ്ചിത അളവിലുള്ള ഒരു സമ്പത്ത് ഒരു വർഷം തികഞ്ഞുകൊണ്ട് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ നിശ്ചിത ഓഹരി സക്കാത്തായിക്കൊണ്ട് നിർബന്ധ ദാനമായിക്കൊണ്ട് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. അതിന് സമ്പത്തുള്ളവർ അത് നൽകണമെന്നുള്ളത്. നാലാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വതസൂമ റമദാന, റമദാൻ മാസത്തിലെ 30 നോമ്പ്, അത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നോമ്പാണ്. ഈ 30 നോമ്പിനെ നിഷേധിക്കുന്നവൻ മുസ്ലിം അല്ല. അഥവാ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ, അഞ്ചാമത്തേത് ഹജ്ജ്, കഴിവുള്ളവൻ, സമ്പത്തും ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നു. ഇസ്ലാം കാര്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൊളിഞ്ഞാൽ അത് ഇസ്ലാമിനെ ബാധിക്കും, നാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ, അതിൽ 2 ഷഹാദത്ത് കലിമ, സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കൽ, 2 5 നേരത്തെ നമസ്കാരം അഥവാ 5 നേരത്തെ നിർബന്ധ നമസ്കാരം. മറ്റു നമസ്കാരങ്ങൾ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിലും റുക്കനായിട്ടുള്ളത് ഈ 5 നമസ്കാരങ്ങളാണ്. 3 സക്കാത്ത് നൽകൽ, ദാനധർമ്മങ്ങളും ഇസ്ലാമിൽപ്പെട്ടതാണെങ്കിലും ഇസ്ലാമിന്റെ റുക്കനായിട്ടുള്ള പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട കാര്യം അത് സക്കാത്ത് നൽകുക. ആ സക്കാത്ത് നിർബന്ധമായിട്ടുള്ള ദാനം നൽകുക എന്നുള്ളതാണ്. 4-മത്തേത് തസൂമ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ്, അത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട കാര്യമാണ്. മറ്റു ഐച്ഛിക നോമ്പുകളെല്ലാം ഇസ്ലാമിൽപ്പെട്ടതാണെങ്കിൽ കൂടെയും ഇസ്ലാമിൽ അതിപ്രധാനമായ ഇസ്ലാമിലെ നെടുന്തൂണുകളിൽപ്പെട്ട കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. 5-മതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഹജ്ജ്, അത് ഇസ്ലാമിന്റെ നെടുന്തൂണുകളിൽപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങൾ എണ്ണിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് നബിയോട് ചോദിക്കപ്പെട്ട ചോദ്യം ഈമാനിനെ പറ്റിയാണ്. എന്താണ് ഈമാൻ എന്നുള്ളത് നാം വളരെ അധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട കാര്യമാണ്. ഈമാൻ എന്നതിന് പണ്ഡിതന്മാർ ധാരാളം നിർവചനങ്ങൾ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈമാനിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ പ്രശസ്തമായ ഒരു നിർവചനമാണ് ഇഅ്തിഖാദും ബിൽ ഖൽബ്, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്. അതുപോലെ തന്നെ വഅമലും ബിൽ അർക്കാൻ, നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ്. അതുപോലെ തന്നെ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. യസീദു ബിത്വാഅ വ യൻഖുസു ബിൽ മഅസിയ, അള്ളാഹുവിനോടുള്ള ആ ഒരു ത്വാഅത്ത് കൊണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം അത് വർദ്ധിക്കുകയും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതോടൊപ്പം അത് കുറയുകയും ചെയ്യുന്ന ഒന്നാണ് ഈമാൻ എന്നുള്ളത്. അപ്പോൾ ഈമാൻ എന്ന ആ ഒരു കാര്യത്തിൽ നമ്മുടെ വാക്കുകൾ പെടും, നമ്മളെ മനസ്സിലുള്ള പ്രവർത്തനങ്ങൾ പെടും, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ പെടും, അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, അമലുകളും പെടും എന്നുള്ളതാണ് ഈ ഒരു നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഖുർആനിന്റെയും ഹദീസുകളുടെയും ഒക്കെ ആ ഒരു അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ ഒരു നിർവചനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. കൃത്യമായ ആ ഒരു തെളിവുകളിലേക്ക് നാം കടക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം, നമ്മുടെ പഠനത്തിൽ അത് ഉൾപ്പെടുത്തുക. എങ്ങനെയാണ് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്, ഇതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി തന്നെ പ്രസ്താവിക്കാനുള്ളത് കൊണ്ട് അത് തൽക്കാലം സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, അത് ഈമാനിൽപ്പെട്ടതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അതിൽ സംശയം പാടില്ല. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ സംശയം ഉണ്ടാകാതെ യഖീനോടുകൂടി, ഉറപ്പോടുകൂടി ഉണ്ടാവണം. മറ്റൊന്ന്, ഹൃദയത്തിൽ അതിൻ്റെ ആ ഒരു ഫലം കാണണം, ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങളും അതിലുണ്ടാവണം. ഉദാഹരണത്തിന് അള്ളാഹുവിനുള്ള പേടി, അള്ളാഹുവിനുള്ള ഭയം, അതൊക്കെ ഈ ഒരു ഹൃദയത്തിൽ യഖീൻ ഉണ്ട് എന്നുള്ളതിന് അനുകൂലമായി വരുന്ന കാര്യങ്ങളായിക്കൊണ്ട് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളെ പറ്റി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ തുലിയത് അലൈഹിം ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ പക്കൽ അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ
അത് പേടിയാൽ ഭയത്താൽ അത് വിറക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. അവരുടെ ഇടയിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തിന്റെ ആ ഒരു ഭാഗം, ഹൃദയത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാനിൽപ്പെട്ടതാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അതിൽ സംശയമുണ്ടാവുകാതിരിക്കുക എന്നുള്ളത്. വളരെ കൃത്യമായിക്കൊണ്ട് യഖീനോടുകൂടി ദൃഢമായി ഉറപ്പിക്കുമ്പോഴാണ് ഈമാൻ ആവുക. ഈമാൻ എന്നതുകൊണ്ട് ഭാഷാപരമായി പറയുന്ന അർത്ഥം തസ്ദീഖുൽ ജാസിം എന്നാണ്. വളരെ ശക്തമായ അംഗീകരിക്കൽ, ശക്തമായി കൊണ്ട് ഹൃദയം കൊണ്ട് അംഗീകരിക്കൽ എന്നുള്ളതിനാണ് ഈമാൻ എന്ന് പറയുക. അപ്പോൾ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ശക്തമായി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഫലങ്ങൾ ഇത് ഹൃദയത്തിൽ കാണുക കൂടി ചെയ്യുമ്പോഴാണ് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനം അതിന്റെ ഭാഗവാക്കാകുന്ന ആ ഒരു പ്രവർത്തനം ഇതാണ്. മറ്റൊന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് അതിൽ ഈമാനിൽപ്പെട്ടത് തന്നെയാണ് അമലും ബിൽ അർക്കാൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈമാനിൽപ്പെട്ടതാണ്. കേവലം വിശ്വാസം മാത്രമല്ല ഈമാൻ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിശ്വാസവും അതുപോലെ തന്നെ അതിന് അനുഗുണമായ കാര്യങ്ങൾ മാത്രമല്ല, ആ ഒരു കാര്യം നമ്മുടെ പ്രവർത്തനത്തിൽ അത് പ്രതിഫലിക്കണം. എങ്കിലാണ് അത് ഈമാനിന്റെ ആ ഒരു ഈമാനാവുകയുള്ളൂ. അത് നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തനത്തിലേക്ക് അത് വരുന്നില്ല എങ്കിൽ അത് ശരിക്കും ഈമാൻ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനത്തിന്റെ ഈമാനുണ്ട്, ഈ പ്രവർത്തന ഈമാനിൽപ്പെട്ടതാണ്. മറ്റൊന്ന് കൗലുകൾ, നമ്മുടെ വാക്കുകൾ, നാവ് കൊണ്ടുള്ള സംസാരം, നാവിന്റെ പ്രവർത്തനമെല്ലാം ഈമാനിൽപ്പെട്ടതാണ്. നാം ഈമാനിൽപ്പെട്ടത് ഈമാൻ കൊണ്ട് പ്രഖ്യാപിക്കണം. കേവലം വിശ്വാസം കൊണ്ടോ അത് പ്രവൃത്തിയിൽ വന്നതുകൊണ്ടോ മാത്രമല്ല, അത് പ്രഖ്യാപിക്കുക കൂടി വേണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ട് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക കൂടി ഉണ്ടാകുമ്പോഴാണ് വിശ്വാസമായി തീരുക. ഈ വിശ്വാസത്തെ പറ്റി ഹദീസുകളിൽ നിന്നും ആയത്തുകൾ, ഇപ്പൊ നാം ഓതിയ ആയത്ത് തന്നെ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. ഈമാൻ എന്നുള്ളത് വർദ്ധിക്കുന്നതാണ്. അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. അപ്പോൾ ഈമാനിന്റെ ഒരു പ്രത്യേകതയാണ് അത് വർദ്ധിക്കുന്നതാണ്, കുറയുന്നതാണ്. അള്ളാഹുവിനോടുള്ള അനുസരണവും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും താഴ്മയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് വർദ്ധിക്കുകയും, എന്നാൽ അള്ളാഹുവിനുള്ള ധിക്കാരങ്ങൾ, അള്ളാഹുവിനുള്ള അനുസരണക്കേടുകൾ, അള്ളാഹുവിനുള്ള കാണിക്കുന്ന ആ ദീനിൽ കാണിക്കുന്ന ബിദ്അത്തുകൾ, ശിർക്കുകൾ എല്ലാം മുഖേന ഈമാൻ കുറയുകയും ചിലപ്പോൾ തീരെ ഇല്ലാതായി പോകുകയും ചെയ്യുന്നതാണ് എന്ന് ഈ ഒരു ഹദീസുകളുടെയും ആയത്തുകളുടെയും ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈമാൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ എണ്ണിയത് 6 കാര്യങ്ങളാണ്. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. നീ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അവന്റെ കിതാബുകളിൽ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അവന്റെ റസൂലുകളിൽ ദൂതന്മാരിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, ഖദറിൽ വിശ്വസിക്കുക, ഖദറിന്റെ ഖൈറും ഷെറും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങളാണ് ഈ ഈമാനിന്റെ അടിസ്ഥാനപരമായ 6 സ്തംഭങ്ങൾ. റുക്കുനുൽ ഈമാൻ, അർക്കാനുൽ ഈമാൻ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അഥവാ ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാം വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഈ 6 കാര്യങ്ങളിലൂടെ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് പിഴവുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിനെ മൊത്തമായിക്കൊണ്ടും ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലും ഈ 6 കാര്യങ്ങൾ എണ്ണിയതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 6 കാര്യങ്ങൾ അത് ശരിയാക്കിയവനാണ് ഈ മുഅ്മിൻ. അവനാണ് ഈമാൻ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. ഈ ഈമാൻ, ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ ധാരാളമായിക്കൊണ്ട് സംശയം നമുക്കുണ്ടാവാം. എന്താണ് ഈ ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതുവരെ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നാം ആലോചിക്കുമ്പോൾ ഈമാനും ഇസ്ലാമും യഥാർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. അഥവാ ഇസ്ലാം എന്ന് പറയുന്നതും ഈമാൻ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. നാം ആ ഒരു മുൻപ് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ഷഹാദത്ത് കലിമ അത് 1 മനസ്സിലുണ്ടാവണം, 2 അത് നാം പ്രഖ്യാപിക്കണം. അപ്പോൾ അവിടെ പ്രവർത്തനം വന്നു, മനസ്സിലുള്ള ആ ഒരു ഇഅ്തിഖാദും ബിൽ ഖൽബ്, വിശ്വാസം വന്നു. 2 നോമ്പ്, അത് പ്രവർത്തനമാണ്, പ്രവർത്തനവും എന്തിൽപ്പെട്ടതാണ്? ഈമാനിൽപ്പെട്ടതാണ്. 2 നമസ്കാരം, 3 സക്കാത്ത് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നാം ചെയ്യുന്ന പ്രവർത്തനമാണ്. അതും എന്ത് വന്നു? പ്രവർത്തനവും ഈമാനിലേക്ക് മടങ്ങുന്നതാണ്. 4 നോമ്പും ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്, അതും ഈമാനിലേക്ക് മടങ്ങുന്നതാണ്. 5 ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, അതും നമ്മൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന പ്രവർത്തനം, അതും
ഈമാനിലേക്ക് മടങ്ങുന്നതാണ്. ഇനി ഈമാനിന്റെ വിഷയം എടുത്താലോ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസമെല്ലാം ഷഹാദത്തിലേക്കും ഷഹാദത്തിന്റെ ഉപഘടകങ്ങളിലേക്കും മടങ്ങുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് കാര്യങ്ങളായിക്കൊണ്ട് ഈമാനെന്നും ഇസ്ലാമെന്നും എണ്ണുവാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഈമാൻ എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് വേറൊന്നും, ഈമാനും ഇസ്ലാമും, ഈമാനു വൽ ഇസ്ലാം എന്ന് ഒരുമിച്ച് പറയുന്നതും ഈമാൻ എന്ന് ഒറ്റക്ക് പറയുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അഥവാ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്, അഥവാ ഈമാനോടുകൂടി അല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് നമുക്ക് അർത്ഥം പറയാം. എന്നാൽ ഇസ്ലാമും ഈമാനും ഒരേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ഒരു ഹദീസ് ഉദാഹരണം, അവിടെ രണ്ട് തലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വിശദീകരിച്ചു തന്നത്. ഒന്ന്, ഇസ്ലാം എന്നുള്ളത് ഒരു ബാഹ്യമായ പ്രവർത്തനങ്ങളാണ് എന്ന് ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ, അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പ്രഖ്യാപിക്കലാണ്. അത് പുറത്തേക്കുള്ള കാര്യമാണ്, ബാഹ്യമായ കാര്യമാണ്. രണ്ട്, നമസ്കാരം, അത് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇവയെല്ലാം ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. എന്നാൽ ഈമാൻ എന്നുള്ളതോ, അത് ഒരു ആന്തരികമായ, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ, അതാണ്. അങ്ങനെയുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈമാനായിക്കൊണ്ട് ഭവിക്കുക. ഈമാനിന്റെ റുക്കുനുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അതെല്ലാം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ കിതാബുള്ള വിശ്വാസം, അങ്ങനെ വിശ്വാസങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളിലുള്ള, നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള, മനസ്സുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ അത് ഈമാനിൽപ്പെട്ടതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുമെങ്കിലും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാനും ഉൾക്കൊള്ളുമെങ്കിലും അതിന് ചില അർത്ഥ വ്യത്യാസങ്ങൾ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആറാബികളോട് പറയുവാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്, കാലത്തിൽ ആറാബു ആമന്ന വലാകിൻ കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഖുലൂബക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അല്ലാഹു ആറാബികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആറാബികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന് ആറാബികൾ പറഞ്ഞു. നബിയെ, താങ്കൾ പറയുക, ലുക്കുല്ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല എന്ന് ആറാബികളോട് നീ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, വലാകിൻ ഖൂലു അസ്ലമ, ഞങ്ങൾ മുസ്ലിമായി ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ അവിടെ ഇസ്ലാമും ഈമാനും ചില വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു വ്യത്യാസമാണ് നാം പറഞ്ഞു വെച്ചത്. ഇസ്ലാം എന്നാൽ അത് ബാഹ്യമായ പ്രവർത്തനങ്ങളും, ഈമാൻ എന്നാൽ അത് ആന്തരികമായ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ആന്തരികം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പെടാത്ത, പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഇസ്ലാമിന് 3 തട്ടുകൾ ഉണ്ട് എന്നാണ് വിശദീകരിച്ചത്. ഒന്നാമത്തെ തട്ടാണ് ഇസ്ലാം എന്ന തട്ട്, ബാഹ്യമായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു തട്ട് ക്ലിയർ ഉള്ളവനെ രണ്ടാമത്തെ തട്ട് ശരിക്കും അവന് ശരിയാവുകയുള്ളൂ. ആദ്യത്തെ ആ ഒരു തട്ട് തന്നെ മോശമാണെങ്കിൽ, അതിൽ പിഴവ് വരുത്തുന്നവരാണെങ്കിൽ അവന്റെ രണ്ടാമത്തെ തട്ടിലും പിഴവ് വരും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ തട്ടാണ് ഈമാനിന്റെ തട്ട്, അഥവാ ഉള്ളിലുള്ള വിശ്വാസം കൂടി ശരിയാക്കിക്കൊണ്ട് അത് പരിപൂർണമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ വിശ്വാസവും അള്ളാഹുവിന്റെ കിതാബുകളിലും മലക്കുകളിലും റുസുലുകളിലും അള്ളാഹുവിന്റെ അന്ത്യദിനത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദർ, അത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളതിലൊക്കെ വിശ്വാസം കൂടി, ആ വിശ്വാസത്തിന്റെ പൂർണ്ണത കൂടി വരുമ്പോഴാണ് ഒരാൾ മുഅ്മിനിന്റെ ദറജയിലേക്ക് പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ മുസ്ലിമായി, മുഅ്മിനായി മൂന്നാമതൊരു പദവി കൂടി ഇസ്ലാമിലുണ്ട്. അതാണ് ഇഹ്സാൻ എന്ന പദവി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ മൂന്നാമതായി കൊണ്ട് പഠിപ്പിച്ചതാണ്, അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. എങ്ങനെ? അള്ളാഹുവിനെ നീ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നീ അള്ളാഹുവിനോട് ആരാധനകൾ അർപ്പിക്കലാണ് ഇഹ്സാൻ എന്നുള്ളത്. അപ്പോൾ ഇഹ്സാൻ എന്നുള്ളത് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഒരു പൂർത്തീകരണമാണ്. അഥവാ ഇസ്ലാം എന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളും, ഈമാൻ എന്നാൽ അത് ആന്തരികമായ അല്ലെങ്കിൽ പ്രത്യക്ഷമല്ലാത്ത പ്രവർത്തനങ്ങളുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു തഖ്വയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ചെയ്യുകയും പരിപൂർണമായി കൊണ്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിൻ എന്ന പദവി, ഇഹ്സാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും മുസ്ലിമീങ്ങളാവാം,
എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളും ചിലപ്പോൾ മുഅ്മിനീങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ ഒരു മുഅ്മിനീങ്ങളാവണമെങ്കിൽ അവന്റെ ആ ഒരു വിശ്വാസം ശരിയായിരിക്കണം, വിശ്വാസം പരിപൂർണമായി ക്ലിയർ ആയിരിക്കണം. ഇനി മുഅ്മിനീങ്ങളും മുസ്ലിമും മുഅ്മിനുമായ ഒരാൾ ചിലപ്പോൾ മുഹ്സിൻ ആയിക്കൊള്ളണമെന്നില്ല. ആ മുഹ്സിൻ ആവണമെങ്കിലും എന്ത് വേണം? ഇവന്റെ ഇസ്ലാമിലും ഈമാനിലും പരിപൂർണമായ ഒരു പൂർത്തീകരണം, അവന്റെ ഇബാദത്തുകളിൽ, അവന്റെ ആരാധന കർമ്മങ്ങളിൽ ഒരു പൂർത്തീകരണം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അവൻ മുഹ്സിനായി തീരുന്നത്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു കണിശതയും ഖുശൂഉം ഖുദൂവും, അള്ളാഹുവിനുള്ള കീഴ്വണക്കവും അള്ളാഹുവിനുള്ള ഭയഭക്തിയും അള്ളാഹുവിനുള്ള സ്നേഹവും എല്ലാം വരെ പരിപൂർണമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരാൾ മുഹ്സിനായി മാറുക എന്നുള്ളത് നാം മനസ്സിലാക്കുക. അഥവാ ഒരു അഖ്ലാഖിന്റെ, നമ്മുടെ സ്വഭാവ സവിശേഷതകളും അള്ളാഹുവിനുള്ള ബന്ധം കുറെ കൂടി അടുക്കുമ്പോഴാണ് ഒരാൾ മുഹ്സിൻ എന്ന നിലയിൽ ദറജയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിക്കൊണ്ട് നാം പഠിക്കുക. ഇസ്ലാമിന്റെ 3 തട്ടുകളായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു റഹിമഹുള്ളയെ പോലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഈ 3 മർത്തബകളെ പറ്റി, ഈ ഒരു പദവികളെ പറ്റി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു 3 പദവികളിലും എത്തിച്ചേരാൻ നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ്. കേവലം ഒരു വൈജ്ഞാനികമായി ഒരു 3 പദവികളുണ്ട്, ഇങ്ങനെയാണ് ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട് എന്ന് എണ്ണുന്നതിനുള്ള അർത്ഥം ആ ഒരു ദറജ നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പണ്ഡിതന്മാർ ഓരോ കാര്യങ്ങളും വേർതിരിച്ച് വകതിരിച്ച് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാതെ കേവലം നോട്ട് എഴുതി, അല്ലെങ്കിൽ അത് ഒരു നോട്ട്ബുക്കിൽ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന നോട്ടുകളിലൊക്കെ മാത്രം തങ്ങി നിൽക്കേണ്ട കാര്യമല്ല, കിതാബുകളിൽ മാത്രം തങ്ങി നിൽക്കേണ്ട കാര്യമല്ല. അത് മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. കേവലം നമ്മൾ ബാഹ്യമായ ആരാധനകളിൽ മാത്രം മുഴുകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് നമ്മുടെ വിശ്വാസം കറക്റ്റ് ആകണം, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ആന്തരികമായ അള്ളാഹുവിനുള്ള അടുപ്പങ്ങളെല്ലാം ശരിയാവണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നാം ചെയ്യുന്ന കർമ്മങ്ങളിലും വിശ്വാസത്തിലും പരിപൂർണ ആ ഒരു പാരമ്യത്തിൽ എത്തണം. എങ്കിലാണ് മുഹ്സിൻ എന്ന ദറജയിലേക്ക് എത്തുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം മത്സരിക്കേണ്ടത്, അതിനേക്ക് വേണ്ടിയാണ് നാം ധാരാളമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് മുന്നേറേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നതായിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരേണ്ടത്. ഇഹ്സാൻ എന്ന പദവിയിലേക്ക് എത്തുകയും നാളെ അള്ളാഹുവിന്റെ ആ ഒരു സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ മുഹ്സിനീങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ആയത്തുകളിൽ ധാരാളമായിക്കൊണ്ട് അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുഹും അഹ്സനു അമല, അഹ്സനായിക്കൊണ്ടുള്ള അമൽ ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് കണ്ടറിയുവാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുസ്ലിം ആവുക എന്നുള്ളത് ഒരു കഴിച്ചിലാവുകയാണ്. അതിനേക്കാൾ വളരെ ഉയരമുള്ള സ്ഥാനമാണ് മുഅ്മിനാവുക എന്നുള്ളത്. അതിനേക്കാൾ എത്രയോ പടി ഉയരത്തിലാണ് മുഹ്സിനീങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക. നമ്മുടെ കർമ്മങ്ങൾ പരിപൂർണമായി അതിൽ ഏതൊരുവിധ തെറ്റുകളോ കുറവുകളോ ഇല്ലാതെ അതിന്റെ യഥാവിധി നടപ്പിൽ വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹം, ഈ ഒരു തൗഫീഖ് പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല. ലഭിച്ചവർക്ക് പോലും എങ്ങനെയാണ് ഇത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് അറിയുകയുമില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്, ഇസ്ലാം എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഈ ഒരു ക്ലാസ്സുകളൊക്കെ കൊണ്ട് നാം ആഗ്രഹിക്കുന്നതും നാം പരിശ്രമിക്കുന്നതും. ആ ഒരു പരിശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സഫലീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും നാളെ മുഹ്സിനീങ്ങളായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏറ്റവും അടുത്തു നിന്നുകൊണ്ട് ഏറ്റവും ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ വെച്ച് ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ പറയും, അലം തുബയ്യദ് വുജൂഹന, അല്ലാഹുവേ ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചില്ലേ? അതുപോലെ തന്നെ തുനജ്ജിന മിനന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലേ? ഞങ്ങളുടെ മീസാനിൽ കനം തൂക്കിയില്ലേ? ഞങ്ങളെ സ്വർഗത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് മതിയായതാണ് എന്ന് പറയുമ്പോൾ ഫയുക്ഷഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ആ ഹിജാബ് മറ നീക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണാനുള്ള ഒരു സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അങ്ങനെ ആ ഒരു ഇഹ്സാനിന്റെ ദർജയിലേക്ക് എത്തുകയും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾ പരിപൂർണമായി ആസ്വദിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുകയും ചെയ്യുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്.
اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته.